ഇങ്ങോട്ടേക്ക് ഈ കൊച്ചിന് നേരെ തന്നെ ഇതെല്ലാവരും ഈ ടൈലേ ചവിട്ടി വയ്ക്കാം. ഈ ടൈല് ഈ വരുന്ന ടൈലേ ചവിട്ടി വയ്ക്കാം. ഇത് ഈ ടൈലേ ചവിട്ടി വയ്ക്കാം. ഇവിടെ രാജ്യം വരണമേ, വീട് തിരുവനന്തപുരത്തിനെ പോലെ പുണ്യമാകണമേ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറ്റു വിശ്വാസികളുടെ അമ്മക്കൾക്ക് തമ്പുരാന്റെ മനോഹരത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി വിശ്വാസികളുടെ ആത്മാർത്ഥത്തിനായി മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ.
വിളിക്കുകയും സങ്കടത്തിനാശ്രയമൊത്താൻ പ്രതീക്ഷയാകുന്നതിന്റെ ദാസിയാണമേ. ജീവന്റെ മരണത്തിന്റെ നാഥപിതാവും പുത്രന്റെ ശുദ്ധാത്മാവുമായ സർവേശ്വര ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവേ. ആരാധിച്ചു വണങ്ങുന്നു, അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമേലും നൽകുന്നു. ആകാശവും ഭൂമിയെന്നതാകുന്നു, ആകാശവും ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതരായുസ്സും. കർത്താവേ സുതയെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കും. ആകാശത്തിലും ഭൂമിയിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പിന്നെ വിളങ്ങും പതനമുടെ വരവരുടെ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ഠലമെങ്കും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉചിതമല്ലോ. നിരദാശ്രയെ വിളിക്കുകയും നിരവധഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കാരണത്താൽ ജീവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥനും ദൈവമായ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ വഴിയോടുള്ള വാചകേഖങ്ങളിൽ പ്രത്യക്ഷരാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ അക്ഷരായി കവഴുകൾ നിറക്കുകയും പ്രത്യേക നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി അന്നാമോളെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്നാമോളുടെ നിര്യാണത്തിലെ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും സെന്റ് മേരീസ് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷനോടും വ്യാപകരോടും നിങ്ങളോടും നാളെ വലിയ വലിയ ഇടവക സമൂഹത്തിൻ്റെ പേരിലുള്ള പ്രാർത്ഥനകളും അനുശോചനവും ആദരവും അറിയിക്കുന്നു. നല്ലവനായ കർത്താവ് സമ്മാനത്തിലേക്കുള്ള വിളിയെ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തുന്നു. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം, ദൈവത്തെ ആശ്രയിക്കാം. വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ വാഗ്ദാനമുള്ള പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ ലോകത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും.
ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാണ് സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പാവപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാവിൻ പാപങ്ങൾ നിരയായ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനാത്മാവുമായ സർവേശ്വര നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം നിശിഹാനാഥ പ്രജരെല്ലാരും മുന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും മുന്തിയമിഴത്തോരവികലമോദം മുകരാൻ മൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. പ്രതീക്ഷവന്റെ വാഗ്ദാനത്തിലാകുന്നു. വലിയവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്ന ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവംശത്തിന്റെ രക്ഷകനമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണാറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി യാഗതനാകുമ്പോൾ കണ്ണ കണ്ടിട്ടില്ലാത്തതും കാത കണ്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് നിലത്താൽ ഈ ആത്മാവിന്റെ കലകൾ വിശുദ്ധീകരിക്കണമേ.
എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്മരണമുള്ളവരെയും അഗ്നിയോടുകൂടി ഉയർത്തിക്കണം. ജീവനെയും മരണത്തിന്റെയും
പരിശുദ്ധാത്മാവുമായി സർവേശ്വര കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായതിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകം വേർപിരിഞ്ഞു പോയ ഈ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വകീയ മണവളിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിന്റെയും മഹത്വത്തോടുകൂടെ ആത്മനാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദില്ലാത്തതിലേക്ക് ആത്മാവിനെ സ്വീകരിക്കണമേ. അവിടുത്തെ പ്രശസ്തിയോടുകൂടെ സന്തോഷപൂർവ്വത്തെ പാടിപ്പോറ്റുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഈ ആത്മാവിന്റെ കരൾ കഴിവ് വിശദീകരിക്കണമേ. എപ്പോഴും എപ്പോഴും വിജയിക്കും. ഞങ്ങളുടെ ആകസ്മികമായിട്ടുള്ള വേർപാടിൽ വിശുദ്ധരായിരിക്കുന്ന പരിശുദ്ധരോടും കുടുംബാംഗങ്ങളോടും നമ്മോട് പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ അധികാരികളോടും കുട്ടികളോടും പാലാരൂപതയുടെ അനുശോചനം അഭിവൃദ്ധിയ പിതാവിൻ്റെ പേരിലും പാല വിദ്യാഭ്യാസ കോർപ്പറേഷനിലും ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആർക്കും ഓടിക്കാൻ പോലും നിർത്താൻ പോലും ആവാത്ത ഒരു വിടവാണ് പ്രിയപ്പെട്ട അന്നാമോയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ മാതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ നിന്ന് വേർതിരിച്ചു. അവളും അമ്മയുടെ പിന്നാലെ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. പ്രിയപ്പെട്ട അവസരം മനസ്സിലാക്കിയിട്ട് വലിയ വേദനയും വലിയ തീരാത്ത നഷ്ടവുമാണ് ഈ വലിയ അപകടം വരുത്തിവെച്ചിരിക്കുന്നതറിയാം. നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമുക്ക് ആശ്വാസം വരുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. മരണം കൊണ്ട് ജയിച്ചവനാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ. ഡാക്ടറിന്റെ മരണവാർത്തകൾക്ക് അവൻ ആ വീട്ടിൽ പോയെത്തി സഹോദരിമാരെ ആശ്വസിപ്പിച്ചു. ആ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇവിടെയുണ്ട്, ഈ സ്കൂളിന്റെ അംഗങ്ങളുണ്ട്, വീട്ടിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് പരസ്പരം ആശ്വസിക്കാം. പ്രാർത്ഥനയിലൂടെ, നമ്മുടെ സ്നേഹപൂർവമായ സാന്നിധ്യത്തിലൂടെ ഈ കുടുംബത്തിന് വലിയ ആശ്വാസവും ദൈവത്തിന്റെ സ്ഥാനത്തോടുകൂടി എല്ലാവർക്കും കൃത്യമായ വിശ്വാസവും പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരു പൂമ്പാറ്റയെ പോലെ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ഈ കളിമുറ്റത്തൂടെ ഓടി നടന്ന നമ്മുടെ പ്രിയപ്പെട്ട അന്നാമോൾ നമ്മുടെ അടുത്ത് നിന്നും ആകസ്മികമായി സ്വർഗത്തിലേക്ക് യാത്രയായി. തന്റെ സ്കൂളിന്റെയും മാനേജ്മെന്റിന്റെയും അഗാധമായ ദുഃഖവും അനുശോചനവും പ്രാർത്ഥനയും പ്രിയപ്പെട്ട സുനിലിനും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും നേരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട അന്നാമോൾ ഈ മുറ്റത്ത് ഓടിക്കളിച്ച് കൂട്ടുകാരുമായി സൗഹൃദം പങ്കിട്ട് നടന്ന നമ്മുടെ അന്നാമോൾ അവസാനമായി നമ്മോട് യാത്ര പറയുവാൻ ഈ മുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, നമ്മുടെ അന്നാമോൾ ജീവിതത്തിലേക്ക് തിരികെ വരണമേ എന്ന്.
എന്നാൽ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. സങ്കടങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ഒരു ലോകത്തേക്ക് ഈ കുഞ്ഞു മാലാഖ പറന്നുപോയി. ഇപ്പോൾ അവൾ ദൈവപിതാവിന്റെ കരങ്ങളിൽ വിശ്രമിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഇനി അവൾ നമ്മോടൊപ്പം ഇവിടേക്ക് കടന്നു വരികയില്ല എന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിന് ഏറെ ദുഃഖം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട അന്നമോളെ കുറിച്ച് ഓർക്കുമ്പോൾ അധ്യാപകരായ ഞങ്ങളുടെ മനസ്സിൽ ഒരു തങ്കപ്പെട്ട മുന്നായിരുന്നു. ചേച്ചിയുടെ മുഖത്തോടുകൂടി മാത്രമേ അന്നമോളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അധ്യാപകരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, കൂട്ടുകാരോടൊപ്പം എപ്പോഴും വളരെ ശാന്തമായി സൗഹൃദപരമായി ഇടപെടുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അന്നമോൾ. കുടുംബത്തിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിൽ മുങ്ങിക്കുളിച്ച അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അകാലത്തിൽ ആ കുടുംബത്തിൽ നിന്നും അന്നമോളുടെ പ്രിയപ്പെട്ട അമ്മ ജോമോളും പറിച്ചെടുക്കപ്പെട്ടപ്പോൾ അതിന്റെ വേദന നമുക്കെല്ലാവർക്കുമുണ്ട്. കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബത്തെ, പ്രത്യേകിച്ച് അന്നമോളുടെ പിതാവിനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. കുടുംബത്തെ ആശ്വാസം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെന്റ് മേരീസ് കുടുംബത്തിന്റെ അധ്യാപകരായ ഞങ്ങൾ ഓരോരുത്തരുടെയും അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ നമ്മളുടെ ദൈവത്തിൽ പല നഗരസഭയുടെ അനുശോചനം അറിയിക്കുകയാണ്. ഏതാണ്ട് 4 ദിവസം കൂടി നമ്മുടെ ഈ സ്കൂളിലെ ഈ പ്രദേശത്തൂടെ പരിസരത്തൂടെ ഒരു പൂമ്പാരിയെക്കൂടെ ഓടി കളിച്ച് നടക്കുന്ന അന്നാമോ അവളുടെ മാതാവും ഇപ്പോൾ സ്വർഗീയ പിതാവിനെ കൊണ്ടുപോയിക്കൂടെ ഓടി കളിച്ച് നടക്കുന്നുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. അന്നാമോട് ഈ കിടക്കുന്ന കിടപ്പുകൊണ്ടാണ് ആരെയും ഹൃദയം അങ്ങേറ്റം വേദനിക്കും. കാരണം യാതൊരു വിഷമവും മുഖത്ത് കാണിക്കാതെ ഒരു ചിരവിദ്യയോടുകൂടിയാണ് അന്നാമോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഒരിക്കൽ കൂടി അന്നാമോളിന്റെ ആത്മാവിനെ തിരിച്ചറിയുന്നതുകൊണ്ട് കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യും. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്തവരത്തു വലം ഭാഗേ ജീവിക്കുന്നവരഭ്യങ്ങി നൽകണമേ മൃതരായസും. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. വാപാപുത്രനൂപായി പ്രധാനമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതം
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാൽ ജീവനെയും മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴ